കേരള തീരത്തെ കപ്പൽ അപകടത്തിൽ MSC കപ്പൽ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. MSC മക്കോട്ടോ 2 എന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാനാണ് നിർദ്ദേശം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് 7 ബോട്ട് ഉടമകൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടലുണ്ടായത്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ മീൻപിടുത്തത്തിന് പോയപ്പോൾ ഈ വള്ളവും വലയും ഉൾപ്പെടെ നിരവധി ഉപകരണങ്ങൾ ഈ കണ്ടെയ്നറുകളിൽ തട്ടി നശിച്ചു എന്ന് അവർ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജിയിലാണോ ഇപ്പോൾ കോടതിയുടെ ഇടപെടലുണ്ടായത്? 7 മത്സ്യബന്ധന ബോട്ടുടമകൾ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 60 മീറ്റർ ആഴത്തിൽ പോകുന്ന ഘട്ടത്തിൽ ഇവരുടെ വള്ളവും അതോടൊപ്പം തന്നെ വലയും ഈ കണ്ടെയ്നർ തട്ടി അത് നശിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിലാണ് 7 പേര് ഹൈക്കോടതിയെ സമീപിച്ചത്. 26 ലക്ഷം മുതൽ 66 ലക്ഷം വരെയാണ് ഇവർ നഷ്ടപരിഹാരമായി ചോദിച്ച അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തത്. അതിന്മേലാണ് ഇപ്പോൾ സി ഈശ്വരന്റെ ബെഞ്ച് ഈ കപ്പൽ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. MSC മക്കോട്ടോ 2 എന്ന MSC ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളും MSCയുടെ കപ്പലുകൾ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നു. ആദ്യം അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് MSC അക്വിറ്റേറ്റർ 2 ആണ്. അതിനുശേഷം MSC പാൽമറോ എന്ന് പറയുന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും MSC മക്കോട്ടോ എന്ന ഷിപ്പ് അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അഡ്മിറാലിറ്റി സൂട്ടിന്റെ ഒരു പ്രത്യേകതയാണ്, സാധാരണ അഡ്മിറാലിറ്റി സൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കെട്ടിവെച്ച ശേഷം മാത്രമേ ഈ ബോട്ട് റിലീസ് അല്ലെങ്കിൽ ഷിപ്പ് റിലീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന്മേലുള്ള വാദങ്ങളൊക്കെ പിന്നീടാണ് നടക്കുക. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഷിപ്പ് അറസ്റ്റ് ചെയ്യാൻ അടിയന്തര നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. സ്മിത. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.